എല്ലാവർക്കും തിരുപ്പത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ഇട്ടേക്കുവാണ്. ലോങ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിക്കാണ്. നമ്മളിതൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. 1.5 കിലോ ചിക്കൻ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഒരു പാക്കറ്റ് ചപ്പാത്തി, പിന്നെ നാരങ്ങ, പിന്നെ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് ബ്രഷാണ്, വാഴ തണ്ടും വെച്ച്. ഇവിടെ നമ്മുടെ അമ്പാടി ഇവിടെ ചിക്കൻ കൊത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ മസാല. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. പിന്നെ ഓർത്ത വീഡിയോ എടുക്കാമെന്ന്. അതിപ്പോൾ ഗ്രില്ലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഗ്രില്ല്. കണ്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലം കാണിച്ചു തരാം. കണ്ടോ ഇവിടെ ഇട്ടാണ് നമ്മൾ ഗ്രില്ലടിക്കാൻ പോകുന്നത്. മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി പെരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ എടുത്ത് പെരട്ടി നമുക്ക് ഫ്രൈ അടിക്കാം. അപ്പോൾ അത് കണ്ടിട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഐസ് ഇവിടെ കൊണ്ടുപോയിട്ട് 5-6 വട്ടം ഐസ് കഴുകി വൃത്തിയാക്കി പിന്നെ നെയ്യും അഴുക്കും എല്ലാം എടുത്ത് കളഞ്ഞ് കുത്തിയെല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെല്ലാം ഫോർക്ക് കൊണ്ട് കുത്തി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പെരട്ടി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എല്ലാ മസാല നല്ല കട്ടിയായിട്ടാണ് മസാലയൊക്കെ തേച്ചേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ്. എങ്ങനെ ആവുമെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഓരോന്നായി പെരട്ടി മാറ്റി വെക്കാം. അങ്ങനെ ഐസ് 1, 2, 3 പീസ് ഐസ് മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി 10-15 മിനിറ്റ് ഐസ് മസാല ഒന്ന് പിടിക്കാൻ വെച്ചേക്കാം. എന്നിട്ട് ഐസ് നമ്മൾ ഫ്രൈ ചെയ്യത്തുള്ളൂ. പക്ഷെ അതുവരെ നമുക്ക് ഗ്രില്ലിൻ്റെ കാര്യമെല്ലാം ചെയ്യാം. തീ ഇപ്പോഴേ ഐസ് വെച്ചാലേ അത് തീ പിടിക്കത്തുള്ളൂ. ഇതാണ് പൊളി. നമ്മുടെ മസാല എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതിൽ നമ്മൾ കറക്റ്റ് പുരട്ടി നാരങ്ങ എല്ലാം ഒഴിക്കുന്നുണ്ട്. നമ്മളെ ബാക്കി വന്ന മസാല ഇത്ര ഉണ്ട്. ഇനി ഒരു ചിക്കൻ കൂടെ തേക്കാൻ, 2 ചിക്കൻ കൂടെ തേക്കാനുള്ളത് എന്നാലും നമ്മൾ അതേ തന്നെ തേച്ച് പുരട്ടുവാണ്. കറക്റ്റ് തന്നില്ലേ? അതാ പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിച്ചത് ഒന്ന് മസാല പിടിക്കാൻ സാധിച്ചേക്കാം. അപ്പത്തേക്ക് കഴിച്ച് നമ്മൾ ഈ പാത്രവും കഴുകി നമ്മുടെ ഗ്രില്ലിന്റെ വേടി നോക്കിയിട്ട് വരാം. കഴിച്ച് ഇതൊന്നും കഴിഞ്ഞ് നമ്മൾ ഗ്രില്ല് കൊണ്ട് കഴിച്ച് വെച്ചിട്ട് വരാം. വാ. ഇച്ചിരി അടുപ്പിക്കുന്നുണ്ട്. കല്ലിച്ചിരി ഇങ്ങോട്ട് അടുപ്പിക്കണം. കല്ലെടുക്കും ഇവിടെ അങ്ങോട്ട് നീക്കണം. അമ്പാടി നീക്കണം. ഇച്ചിരി കൂടെ തലയടിച്ച് കൊണ്ടിരിക്കണം. മാറി ഇച്ചിരി കൂടെ വേണമെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ കത്തിക്കണം. അതിപ്പോ നമ്മള് ഗ്രില്ല് തട്ടാറുണ്ട്. ഇനി നമുക്ക് തീ ഇട്ടിട്ട് വരാം. ഗ്രില്ല് ഐസിന്റെ എണ്ണ അയച്ചു കൊടുക്കുകയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഭക്ഷണമാണ് നമ്മൾ എണ്ണ അയക്കുന്നത്. പക്ഷെ പൊക്കം കൂടെ ഉണ്ട്. നമ്മൾ മണ്ടയ്ക്ക് ഇടുന്ന 2 ചുമലക്കട്ട് ഐസ് മാറ്റിയിട്ടുണ്ട്. അല്ല ഐസ് ചൂട് മണ്ടക്കോട്ട് ഐസ് കിട്ടത്തില്ല. നമ്മളിതെല്ലാം കത്തിച്ച് കനലാക്കാൻ പോവാണ്. ചിരട്ടൊക്കെ ഉണ്ടാക്കി നമ്മളപ്പോൾ കനൽ ഐസ് വിചാരിച്ചേക്കാൾ നല്ല അടിപൊളിയായിട്ട് ഐസ് കത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടാ കാറ്റി വരുന്നത്. നമ്മളെല്ലാം
എടുത്ത് ഗ്രില്ലടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് മാറ്റി വെച്ച ചിക്കൻ എല്ലാം എടുത്ത് നമ്മൾ പ്ലേറ്റിലോട്ട് ഇടാൻ പോവാണ്. പക്ഷേ നമ്മുടെ കണ്ണിൽ ഐസ് അവിടെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓണ്ട ഐസ് നമ്മുടെ കണ്ണിലിരുന്ന് അവിടെ നിന്ന് ഐസ് കത്തുന്നു. ഇനി ഐസ് നമ്മുടെ ചിക്കൻ നമുക്ക് ഇനി കൊണ്ട് ഗ്രില്ലി വെച്ചാൽ മാത്രം മതി. അതേപോലെ ചിക്കൻ വെക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒന്നുകൂടെ ഐസ് നമ്മൾ എണ്ണ കൂട്ടി കൊടുക്കുക. അയ്യോ മതി, സന്തോഷമായി. ഇനി ഇവിടെ വെക്ക്. ഇത് നമ്മുടെ ഗ്രില്ലിന്റെ വലിപ്പത്തിന് വേണ്ട കഴുത്തെടുത്ത് അവിടെ വെക്ക്. ഇതേ നമ്മുടെ ചിക്കൻ കഴിച്ചിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട്. കഴിച്ച് സത്യമായിട്ട് അറിയുക. ഇതിൻ്റെ കഴിച്ചിൻ്റെ അടിയിൽ കൂടെ നോക്കിയാൽ കഴിച്ച് കാണാം. ഇതേണ്ട കഴിച്ച് മനസ്സിലായി. ഇത് കണ്ടോ ഇവിടെ കഴിച്ചിട്ടാണ് നല്ല രീതിക്ക് കരിഞ്ഞ് മൊരിഞ്ഞ് തരുന്നുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തിരിച്ചിടാം. നല്ല രീതിക്ക് കഴിച്ച് മൊരിഞ്ഞ് പറഞ്ഞ കഴിച്ച് തിരിച്ചിടുക. നല്ല സെറ്റായിട്ട് കഴിച്ചിട്ട് വന്നിട്ടുണ്ടോ. ഉള്ള 2 എണ്ണം കൈസ് ബന്ധ കൈസ് നമ്മളിത് എടുത്തതാണ്. കൈസിലാണ്ട് നമ്മുടെ കൈസ് ഒരു പീസ് വെക്ക്. ഗ്രില്ലടിച്ച് സെറ്റാക്കിയിട്ട് നല്ല പോലെ ജ്യൂസിയായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്, അത് വറുത്തെടുക്കാം. അതിൻ്റെ നമ്മൾ ചപ്പാത്തി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തി കൈസ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗ്രില്ലിൽ തന്നെ കൈസ് വെച്ച് ചുട്ടെടുക്കാം. നമ്മൾ ആദ്യ ഗ്രില്ലിൽ തന്നെ നമ്മൾ ചപ്പാത്തി കൈസ് ചുട്ടെടുത്തിട്ടുണ്ട്. കാഴ്ചപ്പോൾ ദാണ്ട് തിരിച്ചിട്ട് കാഴ്ചപ്പോൾ ദാണ്ട് ബന്നും ഉണ്ടായിരുന്നു. ബന്നും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പോൾ നമ്മുടെ എല്ലാ സാധനവും സെറ്റാക്കി നമ്മൾ ചപ്പാത്തി നമ്മുടെ ബണ്ണും കൈസ് അതേ അടുപ്പിൽ തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ട് കൈസ് എല്ലാ കൈസൊരു നീണ്ട വാഴയിലേക്കകത്ത് വെച്ചിട്ടുണ്ട്. കൈസ് ഇവിടെ അമ്പാടിയുണ്ട്, അറ്റുണ്ട്, വിറ്റുണ്ട്, എന്തുകൊണ്ട് പിന്നെ കൈസ് ഞാനും ഉണ്ട്. കൈസപ്പം സോസ് ഉണ്ട്. കൈസപ്പം ഇനി ഇത് എങ്ങനെ ഞാൻ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. പിച്ച് കയറാണ്ട് കൈസ് അത് ഇച്ചിരി ചിക്കൻ കൈസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കള്ളിയെടുത്ത് ആ ബണ്ണിൻ്റെ അകത്ത് സോസിൻ്റെ അകത്ത് ഇച്ചിരി മുക്കി ബണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇട്ട് അങ്ങനുണ്ട്. ഇച്ചിരി എരിവ് കൂടി പോകുന്നുള്ളൂ. ഐസ് വേറെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഐസ് നോക്കിയോ സോസിൻ്റെ അകത്ത് ഇങ്ങനെ മുക്കി ഇങ്ങനെ ഇനി ഞാനും കൂടെ ഐസ് കഴിക്കട്ട്. അതുകൊണ്ട് ഐസ് നമ്മൾ ബണ്ണെടുത്ത് ഐസ് നമ്മൾ മുറിച്ച വെച്ച ചിക്കനകത്ത് ഐസ് നിങ്ങളെടുത്ത സോസ് അടി ഒഴിച്ച് വെച്ചേ സോസിനകത്ത് ഇങ്ങനെ മുക്കി അങ്ങോട്ട് എടുത്ത് കഴിച്ച ഇച്ചിരി എരിവ് കൂടി ഒരു പ്രശ്നമില്ല. പിന്നെ പൊഹയുടെ ഒരു ചവയുണ്ട്, അത്രേ ഉള്ളൂ. ഈ ഒരു മിറണ്ടയും കൂടെ എടുത്ത ഇങ്ങനെ കുടിച്ച് സൂപ്പർ കാണാം. അതപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകൾ അടിച്ചങ്ങോട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ.